ഹായ് മകളെ, പ്ലസ് വൺ ഒക്കെ എത്തി. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും പ്ലസ് വൺ എത്തിയതിന് ശേഷം ഒരു ഗവൺമെൻറ് നടത്തുന്ന എക്സാമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. 1-2 ദിവസങ്ങൾക്ക് മുമ്പേ എനിക്ക് ഒരു കുട്ടി മെസ്സേജ് അയക്കുകയാണ്. ആ കുട്ടി അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്: സാർ, ഞാൻ പ്ലസ് വൺ സ്റ്റുഡൻ്റ് ആണ്. ഓണം എക്സാം ഗവൺമെൻറ് അല്ല നടത്താത്തത് കൊണ്ട് എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്ന് അറിയില്ല. ഇപ്പോഴും എന്ത് പഠിക്കണം എന്നറിയില്ല. ഒന്നും പഠിക്കുമ്പോൾ ബാക്കി പെൻഡിങ് ഉള്ളത് ആലോചിച്ച് അത് പകുതി നിർത്തുകയാണ്. അതായത് പല കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും, പഠിച്ചു തുടങ്ങും, പിന്നെ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അത് വീണ്ടും നിർത്തും. നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, എങ്ങനെയാണ് എക്സാം പാറ്റേൺ ഒന്ന് പറഞ്ഞു തരുമോ സാറിനാണ് ചോദിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും, നിങ്ങളുടെ എല്ലാ പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, പ്ലസ് വൺ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്കറിയാം 10ാം ക്ലാസ് ഒന്നുമല്ല എന്ന് തോന്നുന്ന രീതിയിലാണ് നിങ്ങളുടെ സിലബസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 10ാം ക്ലാസ്സിനേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് പ്ലസ് വണ്ണിലുള്ളത്. കാരണം ആ ട്രാക്കിൽ പോകുന്ന കുട്ടികൾക്കേ ഞാൻ ഈ പറയുന്നത് അത് രസകരമായിട്ട് തോന്നുള്ളൂ. അല്ലാത്ത കുട്ടികൾക്ക് സാർ അങ്ങനെയൊന്നും അല്ല, ഇത് ടഫ് തന്നെയാണ് എന്ന് അഭിപ്രായമുള്ള ആളുകളാണ്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് ടെൻഷൻ സ്വാഭാവികമാണ്. എല്ലാ എക്സാമിനും ടെൻഷൻ ഉണ്ടാവും. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ടെൻഷനുകൾ ഉണ്ടാവാറുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലിമിറ്റ്സ് ആണ്, മാത്തമാറ്റിക്സിനെ പറ്റിയാട്ടോ ഞാൻ പറയുന്നത്. ബാക്കി സബ്ജക്റ്റുകൾ ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ആ പറയുന്ന ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ വൃത്തിയിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ, പല സ്കൂളുകളിലും ചിലപ്പോൾ ചാപ്റ്റേഴ്സ് കഴിഞ്ഞ സ്കൂളുകളുണ്ടാവാം, ചിലപ്പോൾ ചാപ്റ്റേഴ്സ് ഒന്നും എവിടെയും എത്താത്ത സ്കൂളുകളുണ്ടാവാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം എല്ലാ ചാപ്റ്ററും കവർ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ 1-2 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് ഇനി യൂട്യൂബിലേക്ക് വരാനുണ്ടാവും. അത് ആസ് സൂൺ ആസ് പോസിബിൾ വരികയും ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഞാൻ ആദ്യം തന്നെ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ഒന്ന് പറയാൻ കേട്ടോ. 2023 ചോദ്യ പേപ്പർ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വെയിറ്റേജ് ഇടുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചാപ്റ്ററിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് എത്രത്തോളം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ മാർക്കിൻ്റെ ഓർഡറിലാണ് പറയുന്നത്, അല്ലാതെ ചാപ്റ്ററിൻ്റെ ഓർഡറിലല്ല. നിങ്ങൾക്കറിയാം, സെറ്റ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നതെങ്കിൽ പോലും ഞാനിവിടെ പറയാൻ പോകുന്നത് അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ച ചാപ്റ്ററിൽ ഏറ്റവും മുൻപന്തിയിലുള്ള, നിങ്ങളോട് ആദ്യം തന്നെ പറയട്ടെ, 60 മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. അത് 80 മാർക്കിൻ്റെ ചോദ്യപേപ്പർ ആയിരിക്കും നിങ്ങൾ SSLC വരെ എഴുതിയത്, അല്ലെങ്കിൽ CBSE വരെ എഴുതിയത്. പക്ഷേ പ്ലസ് വണ്ണിലേക്ക് എത്തുന്ന സമയത്ത് അത് 60 മാർക്കായിട്ട് ചുരുങ്ങുകയാണ്. അപ്പോൾ ശരിക്കും 20 മാർക്ക് ഉണ്ട്. ആ 20 മാർക്ക് നിങ്ങൾക്ക് പ്ലസ് 2 ലാബായിട്ടാണ് ഉണ്ടാവുക. അതായത് പ്ലസ് 2 മാത്സിലും ലാബോ എന്നൊക്കെ ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. സോ അതൊക്കെ ഉണ്ട്, അതൊക്കെ പ്ലസ് 2 എത്തുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ 60 മാർക്കിനെ പറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ 60 മാർക്കിൽ നിങ്ങൾക്ക് ഏകദേശം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് വരെ, എനിക്ക് തോന്നുന്നത് 12 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാണ്ട്. ടോട്ടൽ 14 ചാപ്റ്ററാണുള്ളത്. അതിൽ 2 ചാപ്റ്റർ പ്രോബിലിറ്റി സ്റ്റാറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 12 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ച ഒരു ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ ട്രിഗണോമെട്രി ആണ്. ഏകദേശം 13 മാർക്കിനാണ് ചോദിച്ചത്. ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്കും ഒരു 12 അല്ലെങ്കിൽ 10 മാർക്ക് മുതൽ 13 മാർക്ക് വരെ ഈ വർഷത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രി നിന്ന് പ്രതീക്ഷിക്കാം. രണ്ടാമതായിട്ട് വന്നത് ആരെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ടെൻഷൻ ഏറും. അത് മറ്റാരുമല്ല, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ആണ്. ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ് ഈ പ്ലസ് 1 തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെ, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ടഫായിട്ട് വരുന്ന ചാപ്റ്ററുകൾ ഒന്ന് ട്രിഗണോമെട്രി, ഒന്ന് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് പറയപ്പെടാറുള്ളത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ലിമിറ്റ്സ് ഇൻ കേസ് നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ പോലും നിങ്ങൾ ഭയക്കരുത്. കാരണം നിങ്ങൾ ചാപ്റ്റർ കിട്ടാത്തത് കൊണ്ടാണ്, അല്ലാതെ ലിമിറ്റ്സ് വലിയൊരു സംഭവമുള്ള ചാപ്റ്റർ ഒന്നും അല്ല. എന്നാലും അത്യാവശ്യം പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. സോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് 10 മാർക്കിനാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഈ വർഷം അത് ഒരു 8 മാർക്ക് മുതൽ 10-11 മാർക്ക് വരെ ചോദിക്കാവുന്നതാണ്. അതിനുശേഷം വരുന്നത് കോണിക് സെക്ഷനും അതോടൊപ്പം തന്നെ കോണിക് സെക്ഷനാണ്. 9 മാർക്കിനാണ് കോണിക് സെക്ഷൻ എന്ന് ചോദിച്ചത്. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. 4 ടോപ്പിക്കാണ് അതിലുള്ളത്. അതിൽ നിങ്ങൾക്കറിയാം, സർക്കിൾസ്, അതോടൊപ്പം തന്നെ പരാബോള, ഹൈപ്പർബോള ഉണ്ട്, അതേപോലെ തന്നെ എലിപ്സും ഉണ്ട്. അതിൽ എലിപ്സിന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. പിന്നെ പരാബോളയിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, ചിലപ്പോൾ ഹൈപ്പർബോളയിൽ നിന്നായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ സർക്കിൾസ് നിന്നും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൽ ആ 2 ടോപ്പിക്കാണ് പ്രധാനമായിട്ട് വരുന്നത്, സർക്കിൾസ് ആൻഡ് എലിപ്സ് ആണ്. സോ നിങ്ങൾ ബാക്കിയുള്ളതും പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളതും പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് വരുന്നത് സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. 9 മാർക്കിനാണ് സെറ്റ് എന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ കോണിക്കും സെറ്റിനെ പറ്റി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമുള്ള ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ അത് സെറ്റാണ്. 60 മാർക്കിൽ 9 മാർക്കിൽ സെറ്റ് തന്നെ കിട്ടും. ആലോചിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളല്ല ഉള്ളത്, പ്രധാനമായിട്ടും ഓരോ സെഷനായിട്ടാണ്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഏകദേശം ഒരു 6-7 ചാപ്റ്ററിനും 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരാത്തത് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഓർമ്മയിൽ ശരിയാണെങ്കിൽ, ലിനിയർ ഇനീക്വാലിറ്റി നിന്നും കോംപ്ലക്സ് നമ്പറിൽ നിന്നും എന്ത് വന്നിട്ടില്ല. പിന്നെ 3Dയിൽ നിന്നും 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടില്ല.
വരില്ല എന്നൊന്നും പറയാൻ പറ്റുകയില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അതിനുശേഷം വരുന്നത് സ്ട്രെയിറ്റ് ലൈനും അതോടൊപ്പം തന്നെ സീക്വൻസും റിലേഷനും. ഈ 3 ചാപ്റ്ററിനും 7 മാർക്ക് വീതം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം അത് കുറയാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലും കുറച്ചുകൂടി മാർക്കിന് ചോദിക്കാം, റിലേഷൻ ആണെങ്കിലും കുറച്ച് മാർക്കിന് ചോദിക്കാം, സീക്വൻസ് എന്ന് ചിലപ്പോൾ ഒരു മാർക്ക് കുറയാം സാധ്യത ഉണ്ട്, പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ 3 മാർക്കിൻ്റെ ചോദ്യം ഒരു ചാപ്റ്ററിന് ഒരു ചോദ്യമേ വരുള്ളൂ. അപ്പോൾ 3-4 മാർക്കിൻ്റെ ഓരോ ചോദ്യങ്ങളായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. പിന്നെ 4 മാർക്കിൻ്റെ ഒരു ചോദ്യം വന്ന 3 ചാപ്റ്ററുകളുണ്ട്. ഒറ്റ ചോദ്യമാണ് വന്നത്. അത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് 3 ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും. അത് കോംപ്ലക്സ് നമ്പറും ലീനിയർ ഇനീക്വാലിറ്റിയും 3D ആണ്. ഈ 3 ചാപ്റ്ററിനായിട്ട് നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് വന്നത്. എന്നാൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, ബൈനോമിയൽ തിയറും പെർമ്യൂട്ടേഷനും. അതിൽ പെർമ്യൂട്ടേഷൻ 3 മാർക്കിൻ്റെ ഒരു ചോദ്യമേ വന്നിട്ടുള്ളൂ. അത് ശരിക്കും ഒരു ട്രാപ്പാണ്. ആ ഒരു വർഷം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. ഈ വർഷം അതിനേക്കാൾ കൂടുതൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷൻ ഒരു 7 മാർക്ക് ആക്കിയിട്ട് സീക്വൻസ് എന്നൊരു പക്ഷേ 3 മാർക്ക് ആക്കിയേക്കാം. അതൊരു സാധ്യതയാണ്. അതുകൊണ്ട് പെർമ്യൂട്ടേഷൻ നിങ്ങൾ എന്താക്കേണ്ട, കൂടുതൽ മാർക്കിന് ചോദിക്കാത്ത ചാപ്റ്ററായിട്ട് ഒഴിവാക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ 3D നിങ്ങൾ ചിലപ്പോൾ 4 മാർക്കുകൾ ചിലപ്പോൾ 3 മാർക്ക് ആയേക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ പോക്ക്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. 20 ചോദ്യങ്ങളാണ് നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ ഉണ്ടാവുക കേട്ടോ. അത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. 3 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. 3 മാർക്കിൻ്റെ 8 ചോദ്യങ്ങൾ, 3 മാർക്കിൻ്റെ ഞാൻ ഇപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. 3 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളുണ്ടാവും. പിന്നെ 4 മാർക്കിൻ്റെ 1, 2, 3, 4, 5, 6, 7 ചോദ്യങ്ങളുണ്ടാവും. പിന്നെ 6 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ. ഇങ്ങനെയാണ് നിങ്ങളുടെ ടോപ്പിക്ക് പോകുന്നത്. സോ +1 മാത്സ് കമ്പാരിറ്റീവ്ലി ഈസി ആണ് എങ്കിൽ പോലും കുറച്ച് ടഫാണ്. അതുകൊണ്ട് മാക്സിമം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. 10ാം ക്ലാസ് നിങ്ങളോട് അങ്ങനെ അല്ല പറഞ്ഞത്. 10ാം ക്ലാസ് നിങ്ങളോട് പറഞ്ഞ സമയത്തൊക്കെ നിങ്ങളോട് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്തില്ലെങ്കിലും PYQs മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ +1 എത്തിയ സമയത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ NCERTയിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അതിലത്തെ മിസലേനിയസ് ക്വസ്റ്റ്യൻസ് അടക്കം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത്ര ചെയ്താൽ തന്നെ നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ അതിലുണ്ടാകും. ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ലെവലിൽ വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഈ മിസലേനിയസ് ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഏത് ലെവൽ വന്നാലും ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് നിങ്ങൾ ബിൽഡ് ആവുന്നതാണ് കേട്ടോ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആശ്വാസമായിട്ടുണ്ടോ, ഇനി സങ്കടം കൂടിയതാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒറ്റ കാര്യം ഞാൻ പറയാനുള്ളൂ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് വരിക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. സങ്കടമുള്ള ആളുകളുണ്ടാവും, സന്തോഷമുള്ള ആളുകളുണ്ടാവും. അപ്പം മാക്സിമം എഫേർട്ട് എടുക്കുക, പഠിക്കുക. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ്.